വിമാന ദുരന്തമുണ്ടായ അഹമ്മദാബാദിൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. അപകട മേഖല സന്ദർശിച്ച ശേഷം അദ്ദേഹം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ അവിടെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ പരിശോധിക്കുന്ന സുരക്ഷാ ഏജൻസികളുടെ ചിത്രമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അഹമ്മദാബാദിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ കുടുംബം അഹമ്മദാബാദിലെത്തി. അവർ ലണ്ടനിലായിരുന്നു. ലണ്ടനിൽ ഭാര്യയും മകളെയും കാണാൻ പോയ യാത്രയ്ക്കൊടുവിലാണ് വിജയ് രൂപാണിയുടെ ജീവൻ ഈ ദുരന്തം കവർന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ കൂടി തത്സമയം ചേരുന്നു. വിജയകുമാർ, ഈ പ്രഭാതത്തിലും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഹൃദയഭേദകമായ കാഴ്ചകളുടെ വാർത്തകളാണ്. മരണം 290 എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമോ എന്നുള്ള സൂചനകൾ കൂടി നാട്ടുകാർ പറയുന്നു. അത്ര വ്യാപ്തിയുള്ള ഒരു അപകടമാണ് ഈ അഹമ്മദാബാദിലെ എയർപോർട്ടിനടുത്ത് സംഭവിച്ചത്. അതാണ് ഇതിലേറ്റവും ഇനി നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. ഇതിൽ കൂടുതൽ നാട്ടുകാർ എന്ന് വെച്ചാൽ ഈ പ്രദേശവാസികളായ കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന ആശങ്കാജനകമായ വിവരം വരുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ തന്നെ 60 മുകളിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 70-നും 80-നും ഇടയിലൊക്കെയുള്ള പരിക്കുകളെ പറ്റി ആളുകൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനെപ്പറ്റി വിവരങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ ജൂനിയർ ഡോക്ടേഴ്സിൽ ആ സമയത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. പലർക്കും കാര്യമായ പരിക്കുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതിൽ പലരും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പലരുടെയും ആരോഗ്യനില ഗുരുതരമാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം. അതുകൊണ്ടാണ് ഈ മരിച്ചവരുടെ എണ്ണം കൂടുമോ എന്ന വലിയ ഭയം ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റൊന്ന് പ്രദേശവാസികളാണ്, നാട്ടുകാരാണ്. ആ സമയത്ത് ഒരു മധ്യാഹ്നം ഉച്ച സമയമാണ്. ആളുകളൊക്കെ ഈ ഉച്ചഭക്ഷണത്തിനൊക്കെ അവരുടെ വീടുകളിലേക്കും ആ സമീപത്തുള്ള സ്ഥലങ്ങളിലേക്കും ഭക്ഷണശാലകളിലേക്കും ഒക്കെ വരുന്ന ഒരു സമയമായിരുന്നു. നമ്മൾ ഇന്നലെ ഈ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ വിമാനം തകർന്നു വീഴുന്ന ആ ഹോസ്റ്റൽ കെട്ടിടത്തിന് സമീപം ചെറു സ്ഥാപനങ്ങളും ചെറു കെട്ടിടങ്ങളും ചെറിയ ചെറിയ സ്ഥാപനങ്ങളും അടക്കം ഒരു ജനവാസ കേന്ദ്രമാണ്. അതിനപ്പുറത്ത് ഒരു തുറസായ സ്ഥലമുണ്ട്, ഒരു വലിയ ഗ്രൗണ്ടുണ്ട്. ഒരുപക്ഷെ ആ ഗ്രൗണ്ടിലേക്ക് ഈ വിമാനം ഇറക്കാൻ ഏതെങ്കിലും തരത്തിൽ ഈ പൈലറ്റ് ശ്രമിച്ചിട്ടുണ്ടോ എന്ന സംശയം പലരും ഈ വിദഗ്ധരും നാട്ടുകാരും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ പൈലറ്റിന് അത് ഈ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങാതെ നാട്ടുകാരെ രക്ഷിക്കാനൊക്കെയുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഹോസ്റ്റൽ 2 ഹോസ്റ്റൽ കെട്ടിടത്തിന് അകത്തേക്ക് ഇടിച്ചു കയറുകയും ആ ജനവാസ കേന്ദ്രത്തിൽ തന്നെ അത് തകർന്ന് വീണ്ടും തീപിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രദേശവാസികളിൽ കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നൊരാശങ്ക അതുകൊണ്ടാണ് ഉയരുന്നത്. പരിക്കേറ്റ് പലരും പല പല ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഒരു പക്ഷേ ഇന്നലെ ആളുകൾ കൂടുതലും ഈ വിമാനത്തിനുള്ളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനും അവരെ പുറത്തെടുക്കാനും ആ തീ നിയന്ത്രണ വിധേയമാക്കാനും ഒക്കെയാണ് ആ സമയത്ത് ശ്രമിച്ചത്. പക്ഷേ അതിനിടയിൽ ഈ പ്രദേശവാസികളിൽ പലരും ഈ അപകടത്തിന് ഇരയായിട്ടുണ്ട് എന്ന വിവരം പിന്നീട് വൈകിട്ടാണ് വന്നത്. ഇന്നലെ രാത്രി അഹമ്മദാബാദിലെ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം ഒരു ആശങ്ക പങ്കുവച്ചത് ഈ ജനങ്ങൾ പ്രദേശവാസികളിൽ കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട് എന്നായിരുന്നു. പക്ഷേ അതിൻ്റെ കൃത്യമായ വിവരം ആ ഘട്ടത്തിലും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. വൈകുന്നേരങ്ങളിൽ വീടുകളിൽ തിരിച്ചെത്താത്തവർ, ഈ ജോലിക്കൊക്കെ ദൈനംദിന ജോലികൾക്കൊക്കെ പുറത്തേക്ക് പോയവർ, അവരൊക്കെ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ മരണസംഖ്യ പിന്നീട് 290 എന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്തത്. ഈ വാർത്താ ഏജൻസികളൊക്കെ അതാണ് പറയുന്നത്. പക്ഷേ 295 പേർ മരിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ അവിടെ നിന്ന് മറ്റു ചില മാധ്യമങ്ങൾ, പ്രാദേശിക മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ട്. എന്തായാലും 290 എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. മറ്റൊരു കാര്യം, ഇതിൽ ഏറ്റവും ദാരുണമെന്ന് പറയുന്നത് അവിടുത്തെ ദൃക്സാക്ഷികൾ, ആശുപത്രിയിലെ ഡോക്ടേഴ്സും അവിടെ ദൃക്സാക്ഷികളായിട്ടുള്ളവരും ഒക്കെ പറയുന്നത് ഈ വിമാനത്തിൽ എല്ലാവരും ഈ സീറ്റിൽ ഇങ്ങനെ ഗുരുതരമായി പൊള്ളലേറ്റ് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ സമയത്ത് ഏതാണ്ട് ഈ വിമാനം അതിൻ്റെ റൺവേയിൽ നിന്ന് ഉയർന്ന ഏതാനും ചില മിനിറ്റുകൾ, 30 സെക്കൻഡ് എന്നാണ് ഈ രക്ഷപ്പെട്ട വിശ്വാസ് പറയുന്നത്. പക്ഷേ 30 സെക്കൻഡ് ആയിരിക്കില്ല, ഏതാനും ചില മിനിറ്റുകളായിരിക്കാം. ആ മിനിറ്റുകളിൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഈ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലൊക്കെ ഇരിക്കുമ്പോഴും ആ സീറ്റ് ബെൽറ്റ് ധരിച്ച നിലയിലായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങേയറ്റം ദാരുണമായിരുന്നു ആശുപത്രിയിൽ എത്തുമ്പോൾ ഇതിൽ പരിക്കേറ്റവരുടെയും ഒക്കെ അവസ്ഥ എന്ന് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ ഇന്ന് രാവിലെ തന്നെ കേട്ടു. അതുകൊണ്ട് അവിടെ നിന്നുള്ള അഹമ്മദാബാദിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒരു തരത്തിലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങേയറ്റം നമ്മളെ ഹൃദയഭേദകം എന്ന് പറഞ്ഞാൽ ആ വാക്ക് പോലും നിസ്സാരമായി പോകുന്ന സാഹചര്യമാണ് അവിടെ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഏതൊക്കെ തരത്തിലാണ് ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്
എന്ന് നമുക്ക് വിവരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അങ്ങേയറ്റം ദാരുണമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന അമേരിക്ക അവരുടെ ഈ ഫെഡറൽ ഏജൻസി, അതായത് അവിടുത്തെ ഏവിയേഷൻ്റെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത് എന്നറിയാൻ. അതായത് ടേക്ക് ഓഫിന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരു ദുരന്തത്തെ നേരിടുക, അതും ഇത്രയും ദൂരം ഫ്ലൈ ചെയ്യാൻ തയ്യാറെടുത്ത് അതിൻ്റെ എല്ലാ പരിശോധനകളും നടത്തി അത് ആ എയർക്രാഫ്റ്റ് ഓക്കെയാണ് എന്ന് ഉറപ്പിച്ചിട്ട് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി ആദ്യ സെക്കൻഡിൽ തന്നെ അത് വലിയൊരു ഒരു അപകടത്തെ അഭിമുഖീകരിക്കുക എന്നത് തികച്ചും അസാധാരണ സാഹചര്യമാണ് എന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു വിശദമായ പരിശോധന ആവശ്യമുണ്ട്. ആ നിലയിലൊരു അന്വേഷണം. ഇത്തരം ഈ എയർ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുമ്പോഴത് കേവലം ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിലെ അന്വേഷണം മാത്രമല്ല, ഇത് ലോകത്തെ മുഴുവൻ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്ന അപകടങ്ങൾ തന്നെയാണ് വിമാന അപകടങ്ങൾ. അതുകൊണ്ട് അത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുക, അത് പരിഹരിക്കുക, ആ എയർക്രാഫ്റ്റിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായി എന്നത് കണ്ടെത്തുക, അത് പരിഹരിച്ച് വീണ്ടും പറക്കുക എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ലോകരാജ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ അതീവ ഗൗരവത്തോടു കൂടിയുള്ള വിവരശേഖരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന, അന്വേഷണമാണ് അവരൊക്കെ സ്വന്തം നിലയിൽ നടത്തുന്നത്. ബോയിങ് വിമാന കമ്പനി, അവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ബോയിങ് വിമാന കമ്പനിക്ക് അവരുടെ വിമാനങ്ങൾ തകർന്നു വീഴുന്നതും സാങ്കേതിക തകരാറുകളും ഒക്കെ അവരെ അലട്ടുന്നുണ്ട്. പക്ഷേ അവർ പറയാറുള്ളത് അവർക്ക് ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ ആത്മവിശ്വാസക്കുറവുള്ളതായിരുന്നില്ല ഈ ശ്രേണിയിലുള്ള എയർക്രാഫ്റ്റുകൾ. പക്ഷേ അതിനും ഇത്തരം ഒരു സാങ്കേതിക പ്രശ്നത്തെ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നതും ആ കമ്പനിയെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയാണ്. ബോയിങ്ങിൻ്റെ ഓഹരി മൂല്യമൊക്കെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ കുത്തനെ തകർന്നിരുന്നു. അതൊക്കെ ആ കമ്പനിക്കും വലിയ തിരിച്ചടിയാണ്. അവരും ആ നിലയിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഹമ്മദാബാദിലേക്ക് എത്തുകയാണ്. അവിടെ ആശുപത്രിയിലൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ഇന്നൊരു ഉന്നതതല അവലോകന യോഗം അവിടെ വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഈ വിഷയത്തിൽ അന്വേഷണമൊക്കെ സംബന്ധിച്ചുള്ള മറ്റു വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കി DNA പരിശോധനയൊക്കെ പൂർത്തിയാക്കി ഈ മൃതദേഹം തിരിച്ചറിഞ്ഞത് നാടുകളിലേക്ക് കൊണ്ടുപോവുക, ബന്ധുക്കൾ ഏറ്റുവാങ്ങുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ബന്ധുക്കളൊക്കെ അവിടെ എത്താൻ ഈ എയർ ഇന്ത്യ തന്നെ പ്രത്യേക വിമാന സർവീസുകൾ ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വിമാന സർവീസുകൾ ആ സേവനം ഉപയോഗിച്ച് ബന്ധുക്കളെ അവിടേക്ക് എത്തി DNA പരിശോധന പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാടുകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇനിയുള്ള അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നത് വലിയ ഹൃദയഭേദകമായ വിവരങ്ങൾ തന്നെയാണ്. ആ വീടുകളുടെ അവസ്ഥ, അവിടുത്തെ ബന്ധുമിത്രാദികളുടെ അവസ്ഥ, നാട്ടുകാർ. ഇപ്പോൾ നമുക്കറിയാം പത്തനംതിട്ട പുല്ലാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. പത്തനംതിട്ടയിൽ ആ പുല്ലാട് എന്നുള്ള വിവരങ്ങൾ നമ്മൾ കണ്ടതാണ്. എത്ര ഹൃദയഭേദകമാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അലമുറയിടുന്ന ബന്ധുക്കളെയും നമുക്ക് എല്ലായിടത്തു നിന്നും കാണാൻ കഴിയും. ഏതാണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം. നേരത്തെ ആകാശത്ത് വെച്ച് 2 വിമാനങ്ങൾ കൂട്ടിമുട്ടി 300-ലധികം യാത്രക്കാർ മരിച്ചതാണ് ഒരു വലിയ ദുരന്തം. പക്ഷേ അപ്പോഴും അത് ഇന്ത്യയുടെ വിമാനങ്ങളായിരുന്നില്ല, 2 വിദേശ വിമാന സർവീസുകളായിരുന്നു അപകടത്തിൽപ്പെട്ടത്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിമാന അപകടം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ കഴിയും. എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടതുണ്ട്. അതിൻ്റെ സാങ്കേതിക പരിശോധനകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അപകടത്തിന് ഇടയായ മുഴുവൻ സാഹചര്യങ്ങളും കണ്ടെത്തുകയും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടുന്ന നടപടി അതിലേക്ക് പോവുകയും ചെയ്യും എന്ന വിവരമാണ് എല്ലായിടത്തു നിന്നും വരുന്നത്. അതിൻ്റെ പരിശോധന തുടരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ്, അതിൻ്റെ ഈ വിമാനത്തിൻ്റെ പിൻഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഡേറ്റ റെക്കോർഡർ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വിമാനത്തിൻ്റെ മുൻഭാഗത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റ റെക്കോർഡർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇന്നലെ രാത്രി നമ്മൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നതിനിടയിലും എയർ ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, സാങ്കേതിക വിദഗ്ധർ അത് കണ്ടെത്താൻ വേണ്ടി ആ മേഖലയിൽ സാങ്കേതിക പരിശോധനകൾ നടത്തുന്നത് ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു രാത്രി ഒരു 10:30 പക്ഷേ അതിനുശേഷവും അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഭാഗികമായി അപകടത്തിന് അല്ലെങ്കിൽ ഈ വിമാനത്തിന് എന്തു സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരങ്ങൾ ഇതിനോടകം ശേഖരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻജിൻ തകരാറ് എന്ന നിഗമനത്തിലേക്കാണ് വിദഗ്ധരൊക്കെ എത്തുന്നത്. 2 എഞ്ചിനുകളും എങ്ങനെ തകരാറിലായി എന്നതാണ് വലിയ അത്ഭുതത്തോടെ, അതിശയത്തോടെ ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ ഒരേ സമയം അന്വേഷിക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ കിട്ടാൻ ഒരു പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ കഴിയും എന്നാണ് SKN നമ്മളൊക്കെ കരുതുന്നത്. അങ്ങേയറ്റം
ആശങ്കപ്പെടുത്തുന്ന ഹൃദയഭേദകമായ റിപ്പോർട്ടുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപകട സ്ഥലം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ദുരന്ത ഭൂമിയായി ആ ഗ്രൗണ്ട് സീറോ മാറിയിട്ടുണ്ട്. ആ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ നമ്മളെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു 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 സ്മാരകം എന്ന കണക്കിപ്പോൾ നിൽക്കുകയാണ്. അതിൻ്റെ അസ്ഥിപഞ്ജരം മാത്രമേ കാണാൻ കഴിയൂ. അതിലേക്കാണ് ഈ വിമാനം ഇടിച്ചിറങ്ങിയത്. അതിൽ ഓർക്കേണ്ടത് ഇന്നലെ ആ ഉച്ച സമയത്ത് ലഞ്ച് ബ്രേക്കിനൊക്കെ അവരുടെ മെസ്സിലേക്കൊക്കെ കുട്ടികൾ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ ആ കാണുന്ന ദൃശ്യങ്ങളിൽ ആളുകൾ പകുതി ഭക്ഷണം കഴിച്ച് അവരുടെ പകുതി കാലിയായ പ്ലേറ്റൊക്കെ കാണാം. ആ സമയത്തൊക്കെ പലരും ഓടി ഇതിന് മുകളിൽ നിന്ന് ചാടുകയും പിടിച്ച് സാഹസികമായി ഇറങ്ങാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. അതൊക്കെ വലിയ അപകടത്തിലേക്കാണ് കലാശിച്ചത്. ആ മേഖലയിലുണ്ടായ നാശനഷ്ടത്തിൻ്റെ പൂർണ്ണ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പരിക്കേറ്റവരുടെ അവസ്ഥയും നമ്മൾ കരുതുന്നതിനെക്കാട്ടിൽ വഷളാണ് എന്ന വിവരം വരുന്നുണ്ട്. അതിനിടയിലുള്ള ഒരു നേരിയ ആശ്വാസം, ഒരു നേരിയ ആശ്വാസത്തിൻ്റെ ഒരു കണിക എന്ന് വേണമെങ്കിൽ പറയാവുന്നത് വിശ്വാസ് കുമാർ, അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളില്ല. അദ്ദേഹം വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമായും നാട്ടിലുള്ള ബന്ധുക്കളുമായും സംസാരിച്ചു എന്നാണ്. അദ്ദേഹം ഇതിലൊരു ഷോക്കിലാണ്, ഈ അപകടത്തിൻ്റെ ഒരു ഷോക്കിലാണ് അദ്ദേഹം. ഈ അപകടം കഴിഞ്ഞ പാടെ അദ്ദേഹം വിമാനത്തിൽ നിന്ന് ഇറങ്ങി എനിക്കൊരു ആംബുലൻസിൻ്റെ സഹായം വേണം, എൻ്റെ സഹോദരനെ കാണുന്നില്ല. ഇന്നലത്തെ ആ ദൃശ്യങ്ങളാണ്. എൻ്റെ സഹോദരനെ കാണുന്നില്ല, എല്ലാം കത്തിച്ചാമ്പലായി, 30 സെക്കൻഡ് കൊണ്ട് എനിക്കൊരു ആംബുലൻസിൻ്റെ സഹായം വേണം, എൻ്റെ ചുറ്റും മൃതദേഹങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം വലിയ ഷോക്കിലായിരുന്നു എന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സ്റ്റേബിളാണ്, കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനില്ല എന്നതാണ് ഒരു നേരിയ ഒരു ആശ്വാസത്തിൻ്റെ ഒരു പൊട്ട് എന്ന് പറയുന്നത്. അതാണ്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നത് ഒരു സാധാരണക്കാരൻ്റെ അനുഭവത്തിൽ പറയാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം ആരോഗ്യത്തോടെ വരുമ്പോൾ ആ വിവരങ്ങൾ ഈ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് ശേഖരിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈ അപകടത്തിൽ മരിച്ചു എന്നതടക്കം അങ്ങേയറ്റം ദുഃഖഭരിതമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നത് നമ്മൾ തള്ളിക്കളയുന്നുമില്ല. പക്ഷേ അദ്ദേഹം സ്റ്റേബിളാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് ഇന്ത്യയിലുള്ള ബ്രിട്ടനിലുള്ള ബന്ധുക്കളോട് സംസാരിച്ചു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെത്തി എന്ന വാർത്ത വരുന്നുണ്ട്. നമുക്കൊപ്പം അല്പസമയത്തിനകം ശ്രീനാഥ് ചന്ദ്രൻ അവിടെ നിന്ന് ചേരും. ദുരന്ത മണ്ണിൽ നിന്ന് നേരിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകും. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അദ്ദേഹം അവിടെ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നു എന്നാണ് വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SK അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ എത്തിയത്. അദ്ദേഹം ഇനി ഈ അപകട സ്ഥലം സന്ദർശിക്കും. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഒരു വിദഗ്ധ സംഘവും ഉണ്ടാവും. ഈ അപകട സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം കാണും. ഇതിൽ അവശേഷിച്ച്, അതായത് രക്ഷപ്പെട്ട ഈ വിമാനത്തിലുണ്ടായിരുന്ന ഏക വ്യക്തി, ആ വ്യക്തിയെയും അദ്ദേഹം കാണും. അദ്ദേഹം പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുകയും ചെയ്യും. പിന്നീട് ഒരു ഉന്നതതല യോഗം അഹമ്മദാബാദിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട്. അതിൽ വ്യോമയാന മന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കും. കൂടാതെ വ്യോമയാന വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഈ ചർച്ചയിൽ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ ഇതുവരേക്കും എന്താണ് ഈ അപകട കാരണമെന്ന് കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രത്യേക സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ DGCM തന്നെ എയർപോർട്ട് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അതും 2 പ്രത്യേക അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായി ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യ കടമ്പ. അതിൽ 2 ഉപകരണങ്ങളാണ് ഉള്ളത്. ഒന്ന് ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന FDR-ഉം മറ്റൊന്ന് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്ന CVR-ഉമാണ്. ഇത് 2 ഉപകരണങ്ങളാണ്. ഈ 2 ഉപകരണങ്ങൾ കിട്ടിയാൽ മാത്രമേ ഈ ഫ്ലൈറ്റിനകത്ത് ഈ അപകടം നടന്ന സമയത്ത്, ഈ ടേക്ക് ഓഫ് മുതൽ ഈ അപകടം നടന്ന സമയം വരെ എന്താണ് സംഭവിച്ചെന്നുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായും ഈ ഡേറ്റ റെക്കോർഡറുകളിൽ സൂക്ഷിക്കുന്നത് ഈ പൈലറ്റുമാർ പരസ്പരം സംസാരിക്കുന്നത്, ATC-യുമായി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, മാത്രമല്ല ഈ വിമാനത്തിന്റെ വേഗത, അതിന്റെ ഓൾട്ടിറ്റ്യൂഡ്, പ്രധാനപ്പെട്ട ഈ ഉപകരണങ്ങൾ, അതിനകത്തുള്ള മെക്കാനിക്കൽ ഉപകരണങ്ങളുടെ പ്രവർത്തനം, അത് ഏതെങ്കിലും പ്രവർത്തനം നിലച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സിമ്പൽ, അങ്ങനെ എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ ഈ ഡേറ്റ റെക്കോർഡറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വീണ്ടെടുക്കുകയാണ് പ്രധാനപ്പെട്ട കടമ്പ. അതിന് ഇത് ആദ്യം ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തണം. അതിൽ ഒരു ഉപകരണം മാത്രമാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. FDR മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. മറ്റതിനു വേണ്ടിയിട്ട് ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. ഈ FDR ഇനി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അത് DGCയുടെയോ ഏവിയേഷൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയോ ലാബുകളിലാണ് അതിന്റെ പരിശോധനകൾ നടത്തുന്നത്. അതിന് ഈ പരിശോധന ഫലം കിട്ടാൻ ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. ഈ ATC-യുടെ കൂടി അവരുടെ ഭാഗത്തു നിന്നുള്ള ഡേറ്റ കൂടി ഒത്തുനോക്കിയിട്ടാകും എന്താണ് ഈ ഫ്ലൈറ്റിനുള്ളിൽ സംഭവിച്ചത് എന്നുള്ളതിന്റെ ഒരു വിലയിരുത്തൽ, ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ അമേരിക്കയുടെ അടക്കം
സാങ്കേതിക വിദഗ്ധർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ ബോയിങ് വിമാന കമ്പനി, ഈ ബോയിങ് വിമാനത്തിനായി എഞ്ചിൻ ഉണ്ടാക്കുന്ന ജനറൽ ഇലക്ട്രിക്സ് ഏവിയേഷൻ എന്ന കമ്പനിയുടെ വിദഗ്ധർ അടക്കമുള്ളവർ ഇതിലേക്ക് എത്തും. കൂടാതെ തന്നെ അമേരിക്കയിലെ തന്നെ ഈ സുരക്ഷാ കാര്യങ്ങൾ, വ്യോമയാന മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന, നിരീക്ഷിക്കുന്ന ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ സാങ്കേതിക വിദഗ്ധർ, അവിടുത്തെ നാഷണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി, അതിലെ വിദഗ്ധരടക്കമുള്ളവർ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. നിലവിൽ ഈ അമേരിക്കയിലെ തന്നെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം കുറച്ച് കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് ഈ സമയത്ത് ഈ ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന വിമാനത്തിനെ ഏതെങ്കിലും തരത്തിൽ പിൻവലിക്കണമോ എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കാനായിട്ടില്ല. നിലവിൽ തങ്ങളുടെ സാങ്കേതിക വിദഗ്ധർ ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ അന്വേഷണവുമായി അവർ സഹകരിക്കും. എന്താണ് ഈ അപകട കാരണം? അതിന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണോ കാരണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മെക്കാനിക്കൽ ഫെയിലുവർ ആണോ കാരണം? സാങ്കേതിക പിഴവുകൾ മനുഷ്യ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്